ഞാൻ ജനങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ജനങ്ങളോട് പറയാനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവിടെ വേറെ പാർട്ടി ഉണ്ടാക്കും ചോദ്യം. ഞാൻ പറഞ്ഞു ജനങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊരു പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ ജനം ഒന്നായിട്ട് ഒരു പാർട്ടിയായി മാറിയാൽ ആ കൂട്ടത്തിൽ ഞാനുണ്ടാവില്ല. ഞാനായിട്ട് പാർട്ടി ഉണ്ടാക്കുന്നില്ല. പക്ഷേ കേരളത്തിൽ ജനം ഒരു പാർട്ടിയായി മാറിയാൽ അതിന്റെ ബാക്കിൽ ഞാനുണ്ടാവും. യാതൊരു കുഴപ്പമില്ല. അത് ജനമാണ് തീരുമാനിക്കുന്നത്. ഒറ്റക്കാരും നിങ്ങൾ മനസ്സിലാക്കിയത് സത്യസന്ധമായി മനസ്സിലാക്കുന്നത്. എന്തിനിത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? എന്തിനിത്ര റിസ്ക് ഞാൻ എടുക്കുന്നത്? എനിക്കെന്ത് ലാഭം? ഇവരെ കൂടെ നിന്ന് ഈ നാട് മുഴുവൻ ശത്രുക്കളുണ്ടാക്കി ഞാൻ LDF-ലാവും. സകല മന്ത്രിമാരെയും നേതാക്കന്മാരെയും അരച്ച് തേച്ചു നിയമസഭയിൽ പുറത്തും. ശരിയെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വിട്ടുവീഴ്ച ഞാൻ ചെയ്തിട്ടില്ല. എന്റെ സ്വത്തും മതിലും സമ്പത്തും മുഴുവൻ കള്ളക്കേസുകൾ കൊടുത്തു കോടതിയിലെത്തി ഓരോന്നോരോന്നും ഊരി എടുത്ത് പോരുകയാണ്. ഇപ്പോ കക്കാടംപൊയിൽ പാർക്കിന്റെ ഫയൽ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് സമ്മാനിക്കും. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അവരാണ് അവസാനം അന്വേഷണം നടത്തിയത്. ഈ രാജ്യത്തെ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അവസാനത്തെ അതോറിറ്റി അവരെ കൊണ്ടുവന്ന് അവർ പഠനം നടത്തി. മാസങ്ങളോളം പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അവർ പറഞ്ഞു ഈ പാർക്ക് നിൽക്കുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഏരിയയിലല്ല, അതുകൊണ്ട് പാർക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് ഒരു തടസ്സമില്ല. പക്ഷേ അവിടെ ചില റീറ്റെയിൽ വാളുകൾ കെട്ടണം. പൂളിന്റെ താഴെ ഭാഗത്ത് 8 മീറ്ററും 10 മീറ്ററും ഉയരത്തിൽ 25 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് വാളുകൾ കെട്ടി അതിനെ സ്റ്റെബിലൈസ് ചെയ്യണം ചില സ്ഥലങ്ങൾ. അതാണ് അവിടെ കൊടുത്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NIT-യിലെ എഞ്ചിനീയർമാർ ഒരു പ്ലാൻ ഉണ്ടാക്കി അത് അപ്രൂവ് ചെയ്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് ഒരാഴ്ച കോപ്പി ടു CM. ഞാനിങ്ങനെ വരച്ചെങ്കിൽ എനിക്ക് വരുള്ളൂ. ഇനി എത്ര ലക്ഷം എത്ര കോടിയുടെ പ്രോപ്പർട്ടിയാണെന്ന് നിങ്ങൾക്കറിയാം. ആ ഘട്ടത്തിലാണ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി വിളിച്ചു പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. എന്റെ ജ്യേഷ്ഠന്മാരെ വിളിച്ചിട്ട് നിനക്ക് ഭ്രാന്താണോ? നിങ്ങൾ മനസ്സിലാക്കണം. ഒരു IPS ഉദ്യോഗസ്ഥൻ 4-5 ദിവസം കാലിൽ ചുറ്റുകയാണ്. നിങ്ങൾ അടിമയായി ഞാൻ ഈ നാട്ടിൽ 25 കൊല്ലം സേവനം ചെയ്യും. ഒരു SP-യെ ഡിസ്മിസ് ചെയ്യുന്നു, മറ്റേ SP-യെ മാറ്റുന്നു. ഏത് SP-യെ വെക്കണമെന്ന് എന്നോട് ചോദിക്കുന്നു. DSP-മാരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. എനിക്കെന്താ ആഘോഷിച്ചൂടെ? ഇങ്ങനെ നെഞ്ചു തിരിച്ച് നാട്ടിലൂടെ നടക്കട്ടെ. ഞാൻ തന്നെയാണ് ആ പേരും കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ തോന്നില്ലേ? നിങ്ങൾക്കൊക്കെ എന്നെ കാണുന്നത് കുറച്ചുകൂടി ഒരു ബഹുമാനം തോന്നിയോ? അങ്ങനെയൊക്കെ അല്ലേ? ഞാനിന്ന് നിന്നോ? പിന്നെ ഞാൻ ജയിലിക്കാ പോകുന്നത് എന്തിന്? ഇതിന് തെളിവുണ്ടാക്കാൻ നടന്നേ. നാളെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഒരു വെടികൊണ്ട് ഞാൻ വീഴാം. പക്ഷെ നിങ്ങളൊന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറരുത്. ജനം ഒരു 50 പോയാൽ മറ്റൊരു 50 വരണം. അത് നിങ്ങളിൽ നിന്ന് ഉയർന്നുണ്ടാവണം. ചെറുപ്പക്കാർ ദയവായി ഈ പോരാട്ടം നമുക്ക് വേണ്ടിയല്ല. നമ്മൾക്ക്